കൊല്ലം ഏരൂർ വിളക്കുപാറയിൽ 2 വർഷത്തിലേറെയായി പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ടാർ മിക്സിംഗ് പ്ലാന്റിനെതിരെ നാട്ടുകാർ. പ്ലാന്റിൽ നിന്ന് പുറത്തുവിടുന്ന വിഷപ്പുകയും മലിനജലവും കൊണ്ട് പൊറുതിമുട്ടുകയാണ് നാട്ടുകാർ. കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിലാണ്. 2 വർഷം മുൻപ് അഞ്ചൽ ഏരൂർ പഞ്ചായത്തുകളിലായുള്ള 5 റോഡുകളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കരാറുകാരൻ ഇവിടെ ടാർ മിക്സിംഗ് ആരംഭിച്ചത്. നാട്ടുകാർ പ്രതിഷേധിച്ചെങ്കിലും ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും എത്തി നിർമ്മാണം നടക്കുന്ന റോഡുകളുടെ ടാറിംഗ് കഴിഞ്ഞാൽ പ്ലാന്റ് മാറ്റുമെന്ന് പറഞ്ഞിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്തിയില്ല. പലയിടങ്ങളിലുമുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികൾക്കുള്ള ടാർ മിക്സിംഗ് എവിടെയാണ് നടത്തുന്നത്? അനധികൃതമായി പ്രവർത്തിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം. ഒരു മാസത്തിൽ ഒരു 8,000-10,000 രൂപ വരെ ഹോസ്പിറ്റലിൽ ചെലവ് മാത്രം വരിക ഈ പ്ലാന്റ് ഇവിടെ വന്നതിന് ശേഷം. ഈ 2 വർഷക്കാലം കൊണ്ട് നമ്മൾ വളരെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഇതിൽ നിന്നും അല്പം മാറിയുള്ള സ്ഥലത്തോട്ട് പോയി താമസിക്കാം. അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് അങ്ങനെ ഇവിടെ നമ്മൾ സംസാരിച്ച് നമ്മൾ അന്നേരം എങ്ങോട്ടാ പോകുന്നത്? കുഞ്ഞുങ്ങളുണ്ട്, അതുങ്ങളെ ഇപ്പോഴേ ചുമ ഈ പുക ഇങ്ങോട്ട് ശ്വസിച്ച് വരുമ്പോൾ കഥ അടച്ച് പരക്കാത്ത കയറിയിരിക്കുന്നത് മാസ്കും ഒക്കെ ഇട്ട്. പിന്നെ രോഗികളുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയാവോ ഞങ്ങൾക്ക് ഇത് വന്നതിന് വേണ്ടി? ശ്വാസം മുട്ടില്ലാത്തവർക്കെല്ലാം ശ്വാസം മുട്ടാ. അതേസമയം മലിനജലം ഒഴുകിയെത്തി കൃഷിയും ജലാശയങ്ങളും പരിസരത്തെ കിണറുകളും മലിനമാവുകയാണ്. കൂറ്റൻ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനാൽ പരിസരത്തെ വീടുകളുടെ ഭിത്തികൾക്ക് വിള്ളലുണ്ടായി. സ്ഥിതി തുടർന്നാൽ ഏത് നിമിഷവും വീടുകൾ തകർന്നു വീഴുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, കൊല്ലം.